ഹലോ. അപ്പം എനിക്കൊന്ന് 2 മാസം ഞാൻ നാട്ടിലായിരുന്നു. എൻ്റെ വെക്കേഷനായിരുന്നു, സെം ബ്രേക്കായിരുന്നു. അതിനുശേഷം ഞാൻ നാളെ തിരിച്ച് ചെന്നൈക്ക് പോവാണ്. 2 മാസം പോയത് എനിക്കറിയില്ല എത്ര പെട്ടെന്ന് തോന്നി. ഭയങ്കര ഫാസ്റ്റായിരുന്നു. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. കാരണം വീട്ടിൽ തന്നെയായിരുന്നു. വീട്ടിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് വീട് തന്നെ ആയതുകൊണ്ട് പുറത്തൊന്നും ഞാൻ ഇതൊന്നും ഒട്ടും പോയിട്ടില്ല. പിന്നെ അടുത്ത ടൗണിൽ പോകാതേ ഉള്ളൂ. അല്ലാതെ ഞാൻ വലിയ കാര്യമായിട്ട് എവിടെയും പോയിട്ടില്ല. പപ്പയ്ക്ക് വയ്യായിരുന്നു, അപ്പം അതുകൊണ്ട് പോകാൻ പറ്റില്ല. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ എനിക്കറിയില്ല. നല്ല മഴയാണ്. നല്ല മഴ എന്ന് പറഞ്ഞാൽ തണുത്ത കാറ്റൊക്കെ ആയിട്ട് നല്ല മഴയാണിപ്പോൾ. ആൻഡ് ടുഡേ 17th ആൻഡ് നമ്മളിപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഇവിടെ ഇരുന്നിട്ട് യൂട്യൂബ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നാളെ നമ്മൾ പോവാണ്. ഷൂ ഇതും ഒക്കെ 2023 ലാസ്റ്റ് ഇതുപോലെ ഞാൻ വീട്ടിൽ വന്ന് ഈ 2 months ഇത്രയും നാളെ നിൽക്കുന്നത്. കാരണം എനിക്ക് അതെപ്പോഴാന്ന് വെച്ചാൽ 2023 നമ്മൾ കോളേജ് ജോയിൻ ചെയ്യുന്ന ടൈമായപ്പോൾ ആക്ച്വലി ആ ഒരു ടൈം എനിക്ക് മെയ് തൊട്ട് ഞാൻ നാട്ടിലുണ്ടായിരുന്നു, ഒരു ഓഗസ്റ്റ് വരെ. എന്നിട്ട് ഞാൻ ഓഗസ്റ്റിലാണ് ജോയിൻ ചെയ്തത് എൻ്റെ കോളേജ്. അതിന് ശേഷം നൗ ഇറ്റ്സ് ഫൈനൽ ഇയർ. ഇനി എനിക്ക് സെം ബ്രേക്ക്, ഇങ്ങനത്തെ ലോങ് സെം ബ്രേക്ക് ഇല്ല. ബിക്കോസ് നമ്മൾ ഫൈനൽ ഇയർ ആയി. അപ്പോൾ കഴിഞ്ഞു. ഇതിൻ്റെ മേ ബി ലാസ്റ്റ് ലൈക്ക് ലോങ് സമ്മർ ബ്രേക്കാണ്. ഇനിയുള്ള സമ്മർ ബ്രേക്ക് എന്ന് പറയുന്നത് ഡിസംബറിലാണ്. അത് 1 month ഉള്ളൂ. പക്ഷെ ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞാൽ എൻജിനീയറിംഗുകാർക്കാണ് 2 month ലീവൊക്കെ. ആൻഡ് ആ കാര്യത്തിൽ ഞാൻ ഹാപ്പി ആട്ടോ. ബാക്കി ഞങ്ങൾ കുറച്ച് മെഡിക്കലുകാർക്ക് ലീവ് കുറവാണ്. എൻജിനീയറിംഗ് ലൈക്ക് പ്ലെൻറ്റി ഓഫ്. സോ എന്തായാലും ഞാൻ ചുമ്മാ ഇരുന്ന് വെറുതെ ഇരുന്ന് 2 മാസം തീർത്തു. സോ 18th മോർണിംഗ് ആണ്. എണീറ്റ് വന്നത് ചായ കുടിക്കണം. പിന്നെ 10 മണിക്കാകുമ്പോൾ കുളിക്കണം, റെഡി ആവണം. അല്ല, 10 മണിക്ക് കുളിച്ചാൽ മതി. 1 മണിക്കാകുമ്പോൾ റെഡി ആയി. 2 മണിക്കാകുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് പോകാറാവുമ്പോഴാണ് ഇങ്ങനത്തെ മഴയൊക്കെ. ഇപ്പോഴത്തെ കാലാവസ്ഥ കാണിച്ചു തരാം. കഴിഞ്ഞ 2 ദിവസമായിട്ട് ഭയങ്കര ചൂടായിരുന്നു. ഇപ്പോൾ അവസ്ഥ കാണിച്ചു തരാം. ഇപ്പോൾ സമയം 9 ഇതല്ല, ഇത്ര വെയിലൊന്നും ഇല്ല. വേറാവുമ്പോൾ ഇങ്ങനത്തെ ഇന്ന് ഞാൻ പോവാണ് തിരിച്ച് ചെന്നൈക്കാൻ. സീ ദ വെദർ. ഇങ്ങനെ നമ്മൾ റെഡിയായി ഇനി പോവാണ്. നല്ല വെയിറ്റ് ഉണ്ട് ബാഗിന്. അതുകൊണ്ട് എനിക്കറിയില്ല ഞാൻ അവിടെ ചെന്നിട്ട് എങ്ങനെയാണ് സാധനം എടുത്തോണ്ട് പോകും. അതൊക്കെ പിന്നെ കാര്യം 4 മണിക്കായതുകൊണ്ട് ഞാൻ എങ്ങനെ രാത്രിയാക്കുമെന്ന് ഇങ്ങനെ വിചാരിക്കും. സിനിമയൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ സ്റ്റിൽ 8 മണി 9 മണിയൊക്കെ ആയിട്ടേ കിടക്കുള്ളൂ. നോക്കാം. ചത്ത അവസ്ഥയാണ് ഇപ്പോൾ. എനിക്കറിയില്ല.
ഞാൻ ഈ സാധനം എങ്ങനെയെങ്കിലും ഒന്ന് മേലെ കയറ്റട്ടെ. സോ ബൈ ബൈ, സി യു വിത്ത് അനദർ ബ്ലോഗ്. ബൈ ബൈ. ഇന്നെൻ്റെ എൻറോൾമെൻ്റ് ഡേ ആണ്, ഫൈനൽ ഇയറിൻ്റെ എൻറോൾമെൻ്റ് ഡേ. സോ നമ്മളിന്ന് കോളേജിൽ പോകണം, ജസ്റ്റ് സൈൻ ചെയ്ത് തിരിച്ചു വരും. ആൻഡ് അതാണ് ഇന്നത്തെ പരിപാടി. ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ഇനി അങ്ങോട്ടേക്ക് ബ്രെഡും മുട്ട, ബ്രെഡും പീനട്ട് വെച്ച് ഞാൻ ഇങ്ങനെ ജീവിക്കും. അതാണ് എൻ്റെ. പിന്നെ വരുന്ന വഴി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം, അങ്ങനത്തെ കുറച്ച് പരിപാടി. എൻ്റെ ഫസ്റ്റ് ഓഫ് ഫൈനൽ ഇയർ സ്റ്റാർട്ടാവും. അപ്പം ഇന്നലെ എൻറോൾമെൻറ്റ് കഴിഞ്ഞു, ഇന്നോട്ട് ക്ലാസ് സ്റ്റാർട്ടാവും. ഇതെല്ലാം കൂടി ഒരൊറ്റ വീഡിയോ ഒക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്, അറിയില്ല, നോക്കട്ടെ. സോ ഇന്നെൻ്റെ ഫസ്റ്റ് ഇയർ ഓഫ് ഫൈനൽ ഇയർ സ്റ്റാർട്ടാവാൻ രാവിലെ എണീറ്റ്, എന്താണെന്നറിയില്ല, നേരത്തെ എണീറ്റ്. സാധാരണ സമയത്ത് എണീക്കില്ല, ബട്ട് ഇന്ന് 6:15 എണീറ്റ്. ചായ ഉണ്ടാക്കി മെസ്സിലും കൂട്ടി കഴിക്കാൻ എങ്ങനെ വിചാരിച്ചിരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം. ഞാൻ ഓൾറെഡി ഒരു എൻഡിങ് എടുത്തു വെച്ചു, അതെനിക്കറിയേണ്ട ഇടയ്ക്ക് എവിടെയെങ്കിലും ഉണ്ടോ, പക്ഷെ ഞാൻ വിചാരിച്ചു എല്ലാം കൂടെ ഒരുമിച്ച് ഒന്ന് ആഡ് ചെയ്താൽ ഒറ്റ വീഡിയോ ഒക്കെ വിചാരിച്ചു. യാ, സോ ദാറ്റ്സ് ഫോർ ഡേ. ഇനി എന്തെങ്കിലും പുതിയത് ആയിട്ട് എന്തെങ്കിലും ഒക്കെ ആയിട്ട് വരാം. സോ ബൈ ബൈ.